പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിലെ ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാർ എനിക്ക് ഏറ്റവും സ്നേഹവും ആദരവും അടുപ്പവും ഉണ്ടായിരുന്ന ഒരാൾ കാലം ചെയ്ത തോമസ് പ്രഥമൻ കാതോലിക്ക ബാബയാണ്. യാക്കോബായ സഭയുടെ കേരളത്തിലെ അധ്യക്ഷനായിരുന്നു. കാലം ചെയ്ത തിരുമേനിയെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഒരു സവിശേഷത ദൈവശാസ്ത്രത്തിലുള്ള അഗാധമായ പാണ്ഡിത്യവും അല്ലെങ്കിൽ ഭയങ്കരമായ വാചാലതയൊന്നുമായിരുന്നില്ല. ഒരു വലിയ പോരാളിയായിരുന്നു. സഭ വലിയ പ്രതിസന്ധികൾ നേരിടുന്ന സമയത്ത് ഉറച്ചു നിന്ന് പോരാടിയ ഒരാളായിരുന്നു. വലിയ ഈശ്വര വിശ്വാസം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രതിസന്ധികൾ നേരിടാനുള്ള കരവുറപ്പും ഉണ്ടായിരുന്നു. താൻ വിശ്വസിക്കുന്ന പ്രമാണങ്ങൾക്കൊപ്പം ഉറച്ചു നിൽക്കുന്നവരെ സംരക്ഷിക്കാനുള്ള ഒരു ചാതുര്യവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം വലിയൊരു സംഘാടകനുമായി. ഇതുപോലെ തന്നെയാണ് ഈ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ കാര്യം. മുസ്ലിം മതപണ്ഡിതന്മാരിൽ ഒരുപാട് പേരെ എനിക്കറിയാം. പലരുമായിട്ട് വലിയ അടുപ്പമുണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും സ്നേഹവും ബഹുമാനവും ഉള്ള മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, ഇപ്പോൾ ആവർത്തിക്കുന്നു. അത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. AP ഉസ്താദ് എന്നും കാന്തപുരം ഉസ്താദ് എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ ആരാധകരും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും ഒക്കെ വിളിക്കും. അദ്ദേഹത്തിൻ്റെ ക്ഷണം സ്വീകരിച്ച് ഒരിക്കൽ കാരന്തൂരുള്ള ഇവരുടെ മർക്കസ് സന്ദർശിക്കാൻ, അവിടെ വലിയൊരു മഹാസമ്മേളനത്തിൽ പ്രസംഗിക്കാനോ അവസരം കിട്ടിയിട്ടുണ്ട്. ഇവരുടെ ഹുബ് റസൂൽ കോൺഫറൻസുകളിൽ ഒന്നിലധികം തവണ എറണാകുളം ജില്ലയുടെ പല ഭാഗങ്ങളിലും സംസാരിക്കാനുള്ള അവസരവും എനിക്ക് കൈവന്നിട്ടുണ്ട്. കാന്തപുരത്തെക്കുറിച്ച് പലരും പല അനാവശ്യങ്ങളും അപവാദങ്ങളും ഒക്കെ പറഞ്ഞു പരത്തുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ചില സന്ദർഭങ്ങളിലൊക്കെ അദ്ദേഹത്തെ പരസ്യമായിട്ട് പിന്തുണയ്ക്കാനുള്ള സാഹചര്യവും എനിക്കുണ്ടായിട്ടുണ്ട്. അതിലൊന്ന് ഞാനിപ്പോൾ ഓർക്കുന്നത്, നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലത്ത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹത്തെ സന്ദർശിക്കുകയും ഗുജറാത്തിലെ മുസ്ലിങ്ങളുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ശാക്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് മോഡിയിൽ നിന്നല്ല, ഗുജറാത്ത് സർക്കാരിൽ നിന്ന് 5 കോടി റുപ്യ കൈപ്പറ്റുകയും ചെയ്ത ഒരു സന്ദർഭമുണ്ടായി. അന്ന് ഇവിടെയുള്ള ചില മുസ്ലിം സംഘടനകളും ചില പത്രങ്ങളുമൊക്കെ കാന്തപുരത്തെ അതിക്രൂരമായി വിമർശിച്ചു. മോഡിയുടെ കയ്യിൽ നിന്ന് 5 കോടി വാങ്ങി നക്കി എന്നൊക്കെ പറഞ്ഞു. അവരുടെ സാധാരണ രീതിയിലുള്ള വിമർശനം തന്നെയാണ്. അന്ന് കാന്തപുരത്തെ പിന്തുണച്ച ഒരാളാണ് ഞാൻ പറഞ്ഞത്. ഈ മുസ്ലിങ്ങൾ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പൊതുവെ പിന്നാക്കാവസ്ഥയിലാണ്. അതിൻ്റെ പ്രധാന കാരണം വിദ്യാഭ്യാസപരമായ പിന്നാക്കാവസ്ഥയാണ്. അതുകൊണ്ടുണ്ടാകുന്ന സാമൂഹ്യമായ പിന്നാക്കാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ അവർ രാഷ്ട്രീയമായിട്ടും പാർശ്വവൽക്കരിക്കപ്പെടുന്നു. അവരെല്ലാ രംഗത്തും മാറ്റി നിർത്തപ്പെടുന്നു. റിക്ഷക്കാരുടെ മക്കൾ റിക്ഷക്കാരായി മാറും. അതല്ല, ചുമട്ടുതൊഴിലാളികളുടെ മക്കൾ ചുമട്ടുതൊഴിലാളികളായിട്ട് മാറും. അവർ ഇംഗ്ലീഷ് പഠിക്കുന്നില്ല, അവർ സയൻസ് പഠിക്കുന്നില്ല, അവർ ഹിസ്റ്ററി പഠിക്കുന്നില്ല. അവർ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നു. അപ്പം ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കുട്ടികൾ ഇംഗ്ലീഷ് പഠിക്കും. ഇംഗ്ലീഷാണ് പുരോഗതി. മാത്തമാറ്റിക്സും സയൻസുമാണ് പുരോഗതി. അല്ലാതെ ഓതിയ കിതാബിൽ മാത്രമേ ഓതുള്ളൂ എന്ന് നിർബന്ധം പിടിക്കുന്നതുകൊണ്ടാണ് ഈ വടക്കേ ഇന്ത്യയിലെ മുസ്ലിം ജനസാമാന്യം എല്ലാ രംഗങ്ങളും പിന്തള്ളപ്പെട്ടു പോകുന്നത്. അപ്പോൾ കാന്തപുരം ഉസ്താദ് ചെയ്ത ഒരു വളരെ നല്ല കാര്യമാണ്. 5 കോടിയെങ്കിൽ 5 കോടി ഗുജറാത്ത് ഗവൺമെൻറ്റിൽ നിന്ന് വാങ്ങുകയും ഗുജറാത്തിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി വിദ്യാലയങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. വളരെ നല്ല കാര്യമാണ്. നരേന്ദ്രമോദിയുടെ തറവാട്ടിൽ നിന്നല്ല 5 കോടി കൊടുത്ത് ഗുജറാത്ത് സർക്കാരിൻ്റെ പൊതു ഫണ്ടിൽ നിന്നാണ്. അതിൽ യാതൊരു പതിത്വവും ഇല്ല. അദ്ദേഹത്തെ നമ്മൾ ആദരിക്കുകയാണ് ചെയ്യേണ്ടത് എന്ന് പറയുക മാത്രമല്ല, അന്ന് സിറാജ് പത്രത്തിൽ അതിനെക്കുറിച്ച് ഒരു ലേഖനം എഴുതിയെന്നാണ് എൻ്റെ ഓർമ്മ. സിറാജിൽ ഒരു കാലത്ത് ഞാനിങ്ങനെ ലേഖനങ്ങൾ എഴുതിയിരുന്നു. ഇടക്കാലത്ത് അത് നിന്നുപോയി എന്നുള്ളതാണ് സത്യം. അതുപോലെ കാന്തപുരമായിട്ട് എനിക്ക് ഈ രീതിയിൽ വലിയ അടുപ്പമുണ്ട്. അദ്ദേഹത്തിൻ്റെ അത്യുത്തമ ശിഷ്യനായ പേരോട് ഉസ്താദ് ഒരിക്കൽ എൻ്റെ വീട്ടിൽ വരികയും എൻ്റെ കുടുംബാംഗങ്ങളുടെയൊക്കെ ക്ഷേമത്തിന് വേണ്ടി ഒരു പ്രാർത്ഥന നടത്തുകയും ചെയ്തതായിട്ടും ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മിക്കും. ഇപ്പം ഇത് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മൗലവി എന്നാണ് പത്രത്തിൽ ഇംഗ്ലീഷിൽ കാണുന്നത്. അതായത് നമ്മുടെ AP ഉസ്താദ് ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിച്ചു. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ മകനും വേറെ ചില ഉസ്താദുമാരും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മോഡിയോടൊപ്പം ദേശീയ പ്രതിരോധ ഉപദേഷ്ടാവ് സാക്ഷാൽ അജിത് ഡോവലും ഉണ്ടായിരുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഇവിടെ ഒരു ചർച്ചാ വിഷയമായിട്ടുണ്ട്. മുസ്ലിം മതപണ്ഡിതന്മാരുടെയിലും മുസ്ലിം രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഇടയിലും അതുപോലെ അമുസ്ലിങ്ങളുടെ ഇടയിലും ഒക്കെ ചർച്ചാ വിഷയമുണ്ട്. എന്തുകൊണ്ടാണ് ഈ പുള്ളി ഈ വയസ്സ് കാലത്ത്
ഈ കൊടും തണുപ്പുള്ള ഡൽഹിയിലേക്ക് വിമാനത്തിൽ പോയി. അദ്ദേഹത്തിന് ശാരീരികമായിട്ട് ഒരുപാട് അസ്വസ്ഥതകളുണ്ട്. വീൽ ചെയറിലാണ് പ്രധാനമന്ത്രി സന്ദർശിച്ചത്. അരമണിക്കൂർ ഇവർ തമ്മിൽ പല കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കും. രാഷ്ട്രീയമൊന്നും പറഞ്ഞില്ല എന്നാണ് ഉസ്താദ് പറഞ്ഞത്. രാഷ്ട്രീയമൊന്നും പറഞ്ഞില്ല എന്നാണ് പ്രധാനമന്ത്രിയുടെ സന്ദേശത്തിലും കാണുന്നത്. SIR അടക്കമുള്ള കാര്യങ്ങൾ ഇവർ തമ്മിൽ സംസാരിച്ചു എന്നാണ് ഇന്ന് സിറാജ് പത്രത്തിൽ വായിച്ച് ഞാൻ മനസ്സിലാക്കി. ഏതായാലും അവർ തമ്മിൽ ചർച്ച നടന്നു എന്നുള്ളത് നല്ല കാര്യമാണ്. ഏത് കാര്യത്തെക്കുറിച്ചാണെങ്കിലും ഒരു സംസാരം ഉണ്ടായാലും അറിയും. ഇന്ത്യയിൽ മുസ്ലിം സമുദായക്കാർ അനുഭവിക്കുന്ന അവശതകളെക്കുറിച്ച്, അവർക്കുള്ള ആവലാതികളെക്കുറിച്ച് ഒരു മതപണ്ഡിതൻ പ്രധാനമന്ത്രിയെ കണ്ട് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. പറയുന്നത് നല്ല കാര്യമാണ്. പ്രധാനമന്ത്രി അതിൽ നിന്ന് എന്തൊക്കെ സ്വീകരിക്കും, എന്തൊക്കെ തള്ളിക്കളയും, ഇവർക്ക് എന്തൊക്കെ ആനുകൂല്യങ്ങൾ ചെയ്തു കൊടുക്കും എന്ന് പറയാൻ ഞാനാണല്ല. എങ്കിൽ പോലും അദ്ദേഹം കണ്ട് സംസാരിച്ച BJP നേതാവായ അല്ലെങ്കിൽ RSSകാരനായ ഒരു നരേന്ദ്രമോദിയോടല്ല, ഇന്ത്യൻ പ്രധാനമന്ത്രിയോടാണ്. ഇപ്പോൾ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ ചെറിയൊരാളല്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രി തീർച്ചയായിട്ടും വളരെ ഉത്തരവാദിത്വം വഹിക്കുന്ന ഒരു വ്യക്തിയാണ്. നരേന്ദ്രമോദി പ്രത്യേകിച്ചും താൻ്റെ ഇടവും താൻ പോരുമയുള്ള ഒരു നേതാവാണ്. അത് അബൂബക്കർ മുസ്ലിയാർക്കും അറിയാം. അതുകൊണ്ടാണ് മൻമോഹൻ സിംഗിനെ കാണാൻ പോകാതിരുന്ന മുസ്ലിയാർ ഇപ്പോൾ നരേന്ദ്രമോദിയെ കാണാൻ പോയത്. അപ്പോൾ അവർ തമ്മിലുള്ള സംസാരത്തിൽ നിന്ന് തീർച്ചയായിട്ടും സമുദായത്തിനും സുന്നി മർക്കസിനും ഗുണകരമായ എന്തെങ്കിലും തീരുമാനങ്ങൾ ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. മാത്രമല്ല, ഈ മർക്കസിന്റെ സുവർണ ജൂബിലിക്ക് പ്രധാനമന്ത്രി ക്ഷണിച്ചു, അദ്ദേഹം ക്ഷണം സ്വീകരിച്ചു എന്നാണ് പറയുന്നത്. അതും വളരെ നല്ല കാര്യമാണ്. പ്രധാനമന്ത്രി കാരന്തൂരും മർക്കസിൽ വന്ന് പ്രസംഗിക്കട്ടെ. ആദ്യമായിട്ട് കോഴിക്കോട്ട് നരേന്ദ്രമോദി ഒരു മുസ്ലിം സംഘടനയുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് കാരന്തൂരാണെങ്കിൽ പ്രത്യേകിച്ച് അത് അബൂബക്കർ മുസ്ലിയാർക്കും നരേന്ദ്രമോദിക്കും ഒരുപോലെ തന്നെ ഭൂഷണമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഈ സതുദ്യമത്തെ ശ്ലാഘിക്കുന്നു. കാരണം ഹിന്ദുവിൻ്റെ വിപരീത മതമല്ല മുസ്ലിം, മുസ്ലിമിൻ്റെ വിപരീത മതമാകരുത് ഹിന്ദു. ഈ രണ്ട് കൂട്ടരും സ്നേഹത്തോടെയും സഹകരിച്ച് പ്രവർത്തിക്കേണ്ടവരാണ്. ലോകത്ത് തന്നെ ഏറ്റവും അധികം മുസ്ലിങ്ങളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ഇന്തോനേഷ്യയും ഒരുപക്ഷെ ബംഗ്ലാദേശും കഴിഞ്ഞാൽ ഇന്ത്യയിലാണ് ഏറ്റവും അധികം മുസ്ലിങ്ങൾ. അതിൽ തന്നെ വലിയൊരു വിഭാഗം ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ്, അന്ധകാരത്തിലും അജ്ഞതയിലുമാണ് കഴിയുന്നത്. അവരുടെ വിദ്യാഭ്യാസപരവും സാമൂഹ്യവും ആയ പുരോഗതി ഒരു ക്ഷേമരാഷ്ട്രം എന്ന രീതിയിൽ ഇന്ത്യയുടെ ബാധ്യതയാണ്. അപ്പോൾ ആ ബാധ്യത നിറവേറ്റേണ്ട ഉത്തരവാദിത്വം, അതിന് പരിഹാരം കണ്ടെത്തേണ്ട ഉത്തരവാദിത്വം തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഭരണകൂടത്തിനാണ്. സംസ്ഥാന സർക്കാരുകൾക്കുണ്ട്, കേന്ദ്ര സർക്കാരിനുണ്ട്. അപ്പോൾ കേന്ദ്ര സർക്കാരിന് കടിഞ്ഞാൻ പിടിക്കുന്ന പ്രധാനമന്ത്രി ഒരു മുസ്ലിം മത പണ്ഡിതൻ സന്ദർശിച്ചതിൽ എന്തെങ്കിലും യുക്തിഭംഗമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതിൽ എന്തെങ്കിലും പാപമുണ്ട് എന്ന് കരുതുന്നില്ല. തീർച്ചയായിട്ടും ഈ സതുദ്യമത്തെ ശ്ലാഘിക്കുന്നു. കാന്തപുരത്തെ കല്ലെറിയുന്നവർ അസൂയ കൊണ്ടാണ് ചെയ്യുന്നത്. അവർക്ക് ആർക്കും അവിടെ വരെ എത്താൻ കഴിയുന്നില്ല. നമ്മുടെ നാട്ടിലെ പണ്ഡിതന്മാരായ ജമാഅത്ത് ഇസ്ലാമിക്കാർ RSS നേതാക്കളുമായിട്ട് തലയിൽ മുണ്ടിട്ട് ചർച്ചയ്ക്ക് പോയെന്ന് എനിക്ക് ഓർമ്മയുണ്ടാവും. ഇവിടെ തലയിൽ മുണ്ടൊന്നും ഇടാതെ, തലക്കെട്ട് അഴിച്ച് അരയിൽ കെട്ടാതെ നരേന്ദ്രമോദിയെ സന്ദർശിച്ച് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകുന്ന കാന്തപുര ഉസ്താദിനെ ഞാൻ അഭിനന്ദിക്കുന്നു. മേലിലും ഇത്തരം സതുദ്യമങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയട്ടെ. അദ്ദേഹത്തിൻ്റെ ക്ഷണമനുസരിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക്, വെറും നരേന്ദ്രമോദിക്കല്ല, ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് കാരന്തൂർ മർക്കസ് സന്ദർശിക്കാനുള്ള സൗമനസ്യം ഉണ്ടാകട്ടെ എന്നും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ജയ് ഹിന്ദ്.